السلام عليكم ورحمة الله وبركاته. സഹോദര സമുദായങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി ഫൈലി അവരുടെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന പ്രൊഫസർ കെ അലിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ-ജസാരി തുടങ്ങിയ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട വലിയുല്ലാഹി വരവൂർ മസ്താനുപ്പാപ്പ മഹാനവറുകളുടെ 10ാമത് ആണ്ട് നേർച്ചയുടെ പ്രഥമ പരിപാടിയിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഗമം സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് ഇരുലോകത്തും അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റുകയും ചെയ്യുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മേവരെയും ഇതേപോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ വെളിച്ചമായിക്കൊണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് ഇവിടെ പറഞ്ഞ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി വരവൂർ മസ്താനുപ്പാപ്പ മഹാനവറുകളുടെ ആണ്ട് നേർച്ചയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ 26-ാം തീയതി വരെ നടക്കുന്ന പരിപാടി നല്ല രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ വെളിച്ചമായിക്കൊണ്ട് വർഷങ്ങളോളം ഇവിടെ ജീവിക്കുകയും നിരവധി ആളുകൾക്ക് ജാതിമതഭേദമന്യേ എല്ലാ ആളുകൾക്കും ആശ്വാസമായിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ മഹാനവറുകളുടെ പ്രാർത്ഥനയിലൂടെ സാധിക്കുകയും മഹാനവറുകളുടെ മരണശേഷവും ആ കറാമത്തുകളുടെ നിലനിന്നുകൊണ്ട് ഇന്നും ഈ പ്രദേശത്തിൻ്റെ വെളിച്ചമായിക്കൊണ്ട് മഹാനവറുകൾ ഇവിടെ ജീവിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അവർ വളരെയധികം മഹാന്മാരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ദുഃഖമോ വ്യസനമോ ഇല്ല എന്നാണ്. അല്ലാഹുവുമായി കൂടുതൽ അടുത്തിടപഴകിയ മഹാന്മാരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. ആ ശൃംഖലയിലെ വലിയ ഒരു കണ്ണിയായിരുന്നു ഇവിടെ ജീവിച്ച മഹാനായ മസ്താനുപ്പാപ്പ. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ നിരവധി കറാമത്തുകൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അല്ലാഹുവുമായി കൂടുതൽ അടുത്തിടപഴകി